ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ്. മറ്റൊന്ന് ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ ഗുജറാത്തിൻ്റെ അതിർത്തി മേഖലയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഗുജറാത്ത് മുതൽ ഭുജ് കേന്ദ്രീകരിച്ച് ആ സ്ഥലം മുതൽ ഇപ്പുറേക്ക് വരുമ്പോൾ അത് രാജസ്ഥാൻ, അതിനുശേഷം പഞ്ചാബ്, അതിനുശേഷം ജമ്മു ആൻഡ് കാശ്മീർ, ഇത്രത്തോളം അതിർത്തി മേഖലയിൽ, അതായത് ഈ 4 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊന്ന് ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, മറ്റൊന്ന് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 5 മണിയോടുകൂടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് താഴ്വര മാറുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നതിനിടയിലാണ് ഇത്രത്തോളം രൂക്ഷമായ തരത്തിലുള്ളൊരു പ്രകോപനം ഇപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതിൽ എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിൽ തന്നെ ഡ്രോൺ ആക്രമണം പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നു. പല മേഖലകളും, അതായത് രാജ്യത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാനിലും ഗുജറാത്തിലും പഞ്ചാബിലും ജമ്മു ആൻഡ് കാശ്മീരിലെയും പല അതിർത്തി മേഖലകളും ഇപ്പോൾ വീണ്ടും ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക്, ഇരുട്ടിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇനിയും തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നുണ്ടായ പ്രകോപനത്തെയും പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിനും അതിനെ മുന്നോടിക്കുന്നതിനും സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി സൈന്യം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും ഇനി എന്താണ് ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിന് ശേഷവും ഈ തരത്തിലുള്ളൊരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ഏത് തരത്തിലാണ് ഇനി തിരിച്ചുള്ളൊരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ BSFന് പൂർണ്ണമായി, അതായത് അതിർത്തി രക്ഷാ സേന എന്ന നിലയ്ക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റ് വന്നിരിക്കുന്നു. വാട്ട് ദ ഹെൽ എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ചോദിക്കുന്നത്. ആ തരത്തിൽ ഒരു സീസ് ഫയറിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്നു. എക്സ്പ്ലോഷൻസ് ഹെയർഡ് അക്രോസ് ശ്രീനഗർ എന്നാണ്, അതായത് ശ്രീനഗറിന്റെ പല മേഖലകളിലും അത്തരത്തിൽ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അത് സ്വാഭാവികമായും അത് ഡ്രോണുകൾ വെടിവെച്ച് തകർക്കുകയോ ഡിഫ്യൂസ് ചെയ്തതുമായി ബന്ധപ്പെട്ട സ്ഫോടന ശബ്ദങ്ങളായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിൽ വലിയ ഒരു പ്രകോപനം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ അതിരുവിട്ട് പെരുമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിൽ എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് ഇനിയും അറിയേണ്ട ഒരു കാര്യമാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ അപക്വമായ തരത്തിൽ ഒരു പെരുമാറ്റം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് കേൾക്കാൻ സൈനിക നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളിൽ നിന്ന് ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുൻപിൽ പോലും പാകിസ്ഥാന് പറഞ്ഞു നിൽക്കാൻ കഴിയാത്തത്രത്തോളം മോശമായൊരു സാഹചര്യം ഈ വിഷയത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ എസ്കലേഷനിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കൈവന്നിരിക്കുന്നു. പാകിസ്ഥാൻ ആ തരത്തിൽ ഒരു പിന്നോട്ട് പോക്കിന് കാരണമാകുന്നു. ഇനി ഇന്ത്യ എടുക്കുന്ന ഏത് സ്റ്റെപ്പിനെയും നേരിടേണ്ട അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ട തരത്തിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോൾ ഒരു ആക്രമണം ഉണ്ടായാൽ പോലും അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിന് കൃത്യമായൊരു ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ കച്ചിൽ 3 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് 4 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നും സമാനമായ തരത്തിലുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷകരമായ കാര്യം. ഒരു സമാധാനത്തിലേക്ക് പോകാൻ ഏതായാലും പാകിസ്ഥാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അതിൻ്റെ സൈനിക നേതൃത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമോ തയ്യാറല്ല. അവർ വീണ്ടും ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക്, അശാന്തിയുടെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഡ്രോൺ അറ്റാക്കാണ് അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സീസ് ഫയർ വയലേഷൻ ജമ്മു ആൻഡ് കാശ്മീരിന്റെ എല്ലാ മേഖലയും, അതിർത്തി മേഖലയിൽ പൂർണ്ണമായും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള നീക്കം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ തരത്തിൽ ഒരു വശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഷെല്ലാക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണവും
പരീക്ഷണവും നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ഇതുവരെ 100-ലധികം ഡ്രോണുകൾ പറത്തി എന്നുള്ളതാണ്. ഇതുവരെ 100-ലധികം ഡ്രോണുകൾ ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പറത്തിവിട്ടു എന്നുള്ളതാണ്. ആ തരത്തിൽ ഒരു ഒന്നോ രണ്ടോ എന്ന നിലത്തല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബറ്റാലിയന്റെ ഭാഗത്ത് നിന്നല്ല, പൂർണ്ണമായും ഈ അതിർത്തികൾ കേന്ദ്രീകരിച്ച് അത് രണ്ട് കാര്യങ്ങളാണ്. ഇത്രത്തോളം ഡ്രോണുകൾ വരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജമ്മു ആൻഡ് കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള മേഖലയിൽ പൂർണ്ണമായും ഇത്തരത്തിൽ ഡ്രോണുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വശത്തു നിന്നല്ല, പൂർണ്ണമായ അർത്ഥത്തിൽ പാകിസ്ഥാന്റെ സൈന്യമോ അല്ലെങ്കിൽ സർക്കാരുടെയോ അറിവോടെ അല്ലാതെ ഇത്രത്തോളം വലിയൊരു നീക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അമൃത്സറും ഫിറോസ്പൂർ അടക്കമുള്ള മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു 4-ാം ദിവസവും ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിലയിലേക്ക് രാജ്യം മാറുന്നൊരു സാഹചര്യം. ഇന്നലെ ഉണ്ടായിരിക്കുന്ന പ്രകോപനത്തിന് വളരെ ശക്തമായൊരു തിരിച്ചടി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സജീവമായി നടന്ന ഈ മധ്യസ്ഥ ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായ ചർച്ചകൾക്കൊടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ അത് പൂർണ്ണമായും ലംഘിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ രാത്രിയിലും സമാനമായ തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.